ഓണാട്ടുകരയുടെ ഉത്സവമായ ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവം ഇന്ന് 13 കരയുടെയും ആഘോഷങ്ങളുടെ ആവേശം കുതിരപ്പൊക്കത്തിൽ ഇന്ന് തേരിലേറിയെത്തും. പ്രസിദ്ധമായ കുത്തിയോട്ട ഘോഷയാത്രകൾക്ക് രാവിലെ മുതൽ തുടക്കമാവും. കുംഭഭരണിയോടനുബന്ധിച്ച് മാവേലിക്കര, കാർത്തികപ്പള്ളി താലൂക്കുകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഥകളും പുരാവൃത്തങ്ങളും വിശ്വാസ പ്രമാണങ്ങളുമൊക്കെയായി ഇടകലർന്നു കിടക്കുന്ന മഹത്തായ സംസ്കാരമാണ് ചെട്ടികുളങ്ങര ഭരണിയുടേത്. ഭഗവതി നൽകിയ സൗഭാഗ്യങ്ങൾക്ക് കാണിക്കയായാണ് തേരുകളും കുതിരകളും കാഴ്ച കണ്ടത്തിൽ സമർപ്പിക്കുന്നത്. 13 കരകളിൽ നിന്നായി ഭീമനും ഹനുമാനും കുതിരകളും തേരുകളും പാഞ്ചാലി രൂപങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. കുംഭഭരണിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനൊപ്പം ചെട്ടികുളങ്ങരയിലെ വീടുകളിൽ കൊഞ്ചു മാങ്ങാക്കറി പതിവാണ്. പണ്ടെപ്പോഴോ ദേവിയുടെ പറക്കെഴുന്നള്ളിപ്പ് കാണാൻ പോയ ദമ്പതികൾ തിരിച്ചു വന്നപ്പോഴും അടുപ്പിൽ വെച്ചിരുന്ന കൊഞ്ചും മാങ്ങാക്കറിയും ഒരു കുഴപ്പവുമില്ലാതെ ഇരിക്കുന്നത് കണ്ടു. ദേവിയുടെ അനുഗ്രഹമാണ് ഇതിന് പിന്നിലെന്ന് കരുതിയ ഓണാട്ടുകാർ കുംഭഭരണി ദിവസം വീടുകളിൽ കൊഞ്ചും മാങ്ങാക്കറിയും വെക്കുന്നത് തുടർന്നു. ശിവരാത്രി ദിനം മുതൽ കുത്തിയോട്ടത്തിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നു. 5 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഉത്സവ ദിവസം അണിഞ്ഞൊരുങ്ങിയ കുത്തിയോട്ട സംഘങ്ങൾ ക്ഷേത്രത്തിലേക്ക് ചുവടുവെച്ചെത്തി ദേവിക്ക് മുൻപിൽ പ്രാർത്ഥിച്ച് സമർപ്പണം നടത്തും. കേരളത്തിൽ നിരവധി ക്ഷേത്രങ്ങളിൽ കുത്തിയോട്ടം നടക്കുന്നുണ്ടെങ്കിൽ കൂടി ഏറ്റവും വലിയ പ്രാധാന്യത്തോടു കൂടി നടക്കുന്നതാണ് ചെട്ടികുളങ്ങര കുത്തിയോട്ടം. എന്നാൽ അതിന് കാരണം അനുഷ്ഠാനപരമായി ഏറ്റവും വലിയ ചടങ്ങ് നടക്കുന്നത് ചെട്ടികുളങ്ങര കുത്തിയോട്ടത്തിനാണ്. ഇത് ഒരാചാര്യൻ്റെ നിർദ്ദേശാനുസരണം, കുത്തിയോട്ട ആചാര്യൻ്റെ നിർദ്ദേശാനുസരണം ഭക്തൻ്റെ കയ്യിലുള്ള ധനം, അവരവർക്കാവുന്ന തരത്തിലുള്ള ധനം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ചടങ്ങാണ് കുത്തിയോട്ടം. വൈകുന്നേരം ആരംഭിക്കുന്ന കെട്ടുകാഴ്ചകൾ സ്വീകരിച്ച് അനുഗ്രഹം ചൊരിയാൻ ചെട്ടികുളങ്ങര ദേവി പുലർച്ചെ ജീവതയിൽ എഴുതുന്നത് ഉത്സവത്തിന് സമാപനമാകും. കെട്ടുകാഴ്ചകൾ കടന്നുപോകുന്ന കായംകുളം തട്ടാരമ്പലം റോഡുകളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, ആലപ്പുഴ.